പ്രകാശമേ മിഴി തുറക്കുക വേഗം. സ്നേഹമുള്ളവരെ, വചനദീപ്തി എന്ന വചന വിചിത്രത്തിലേക്ക് സ്വാഗതം. എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു, എന്തോ ഒരു വചനമാണിത്. ഇവൻ അധികാരത്തോടും ശക്തിയോടും കൂടെ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുകയും അവ വിട്ടുപോവുകയും ചെയ്യുന്നല്ലോ. സ്നേഹമുള്ളവരെ, ലൂക്കായുടെ സുവിശേഷത്തിൽ യേശു പ്രവർത്തിക്കുന്ന ആദ്യത്തെ അത്ഭുതമാണ് ഒരു പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്നത്, പിശാചിനെ ബഹിഷ്കരിക്കുന്നത്. അപ്പോൾ യേശുവിൻ്റെ ഈ പ്രവർത്തനം കണ്ട് ആൾക്കാർ അത്ഭുതപ്പെടുകയാണ്. ഇവൻ എങ്ങനെയാണ് പിശാചുകളെ ബഹിഷ്കരിക്കാൻ സാധിക്കുക? എന്താണ് പിശാച് ബഹിഷ്കരണം? പിശാച് എന്ന് പറഞ്ഞാൽ എന്താണ്? തിന്മയുടെ ശക്തിയായിട്ടാണ് കണക്കാക്കുക. പലതരത്തിലുള്ള കണക്കാക്കാറുണ്ട്. പിശാചിൻ്റെ രൂപങ്ങൾ കൊമ്പും വാലും ഒക്കെയുള്ള ആളായി കണക്കാക്കാറുണ്ട്. പിശാച് തിന്മയുടെ ശക്തിയാണ്. അതിൻ്റെ ഭാവഭേദങ്ങൾ അല്ലെങ്കിൽ ഒരു ഭാഗ്യമായ രൂപമല്ല പ്രധാനം. അതുപോലൊരു ഭാവനയനുസരിച്ച് വരയ്ക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. വാസ്തവത്തിൽ യേശു ചെയ്യുന്നത് എന്താണ്? യേശു മനുഷ്യനെ തിന്മയുടെ ആധിപത്യത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണ് ചെയ്യുക. എപ്രകാരമാണ് തിന്മ മനുഷ്യനിൽ ആധിപത്യം സ്ഥാപിച്ചത് നമുക്കറിയാം. അത് ആദത്തിൻ്റെ ഹവ്വയുടെയും കാലം മുതലാണ്. പിശാച് ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ശക്തിയാണ്. മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കുന്നവനാണ്, തിന്മയുടെ ശക്തിയാണ്. അപ്പോൾ യേശു പിശാചുകളെ ബഹിഷ്കരിക്കുന്നു. തീർച്ചയായിട്ടും പിശാച് ബഹിഷ്കരണം നടക്കുന്നുണ്ട്. അതോടൊപ്പം ഇവിടെ എടുത്തു കാണിക്കുന്നത് ഒരു രോഗശാന്തിയും ഉണ്ടായിരുന്നു. യേശുവിൻ്റെ പ്രവർത്തനങ്ങളിൽ രണ്ടും ഉണ്ടായിരുന്നു. രോഗശാന്തിയും ഉണ്ടായിരുന്നു, പിശാച് ബഹിഷ്കരണം ഉണ്ടായിരുന്നു. അത് രണ്ടും വേർതിരിച്ചറിയാൻ പലപ്പോഴും ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ പിശാച് പോയി കഴിയുമ്പോൾ അവന് സൗഖ്യം ലഭിക്കുന്നു. എന്താണ് പിശാച് അല്ലെങ്കിൽ പിശാച് ബഹിഷ്കരണം കൊണ്ട് ഉദ്ദേശിക്കുക? ഇന്നെങ്ങനെയാണ് പിശാച് ബഹിഷ്കരണം നടക്കുക? ഇന്ന് പിശാചിൻ്റെ ആധിപത്യമുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ മാനസിക രോഗങ്ങളെ പലപ്പോഴും പിശാച് ബാധകളായിട്ട് കണക്കാക്കാറുണ്ട്. പിശാചു ബാധ പലപ്പോഴും രോഗമായിട്ടല്ല വരിക. പിശാച് തിന്മയുടെ ശക്തിയാണ്. മാമോൻ എന്നാണ് ബൈബിളിൽ പിശാചിന് കൊടുക്കുന്ന മറ്റൊരു പര്യായം. മാമോൻ എന്ന് പറഞ്ഞാൽ ധനമാണ്, സമ്പത്താണ്. അപ്പോൾ സമ്പത്തിൻ്റെ ആധിപത്യം അവിടെ സ്ഥാപിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പൈശാചിക ആധിപത്യത്തിന് കീഴിലാണോ എന്ന് ശ്രദ്ധിക്കണം. ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കാൻ സാധിക്കില്ല എന്ന് യേശു പറയുമ്പോൾ ഈ പിശാചിൻ്റെ ഒരു പ്രത്യേക രൂപമാണ്. അപ്പോൾ പിശാച് ബാധ എന്ന് പറയുന്നത് പലപ്പോഴും മാനസിക രോഗങ്ങളായിരിക്കാം. എല്ലാം അങ്ങനെയല്ല, അപസ്മാരമായിരിക്കാം, മാനസിക രോഗങ്ങളായിരിക്കാം. പക്ഷേ അറിയാതെ പോകുന്ന ഒരു പിശാച് ബാധയാണ് ഈ സമ്പത്തിനോടുള്ള ആർത്തി. സമൃദ്ധിയുടെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, പിശാചിൻ്റെ സുവിശേഷമാണോ നമ്മൾ പറയുന്നത്? പങ്കുവയ്ക്കുന്ന സ്നേഹമാണ് പ്രധാനം. അപ്പോൾ യേശു പറഞ്ഞു, എന്നെ സ്നേഹിക്കാൻ വരുന്നവൻ പങ്കുവയ്ക്കാൻ തയ്യാറാകട്ടെ. ഇപ്പോൾ സമൃദ്ധിയുടെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ നമ്മൾ യേശുവിൻ്റെ സുവിശേഷമാണോ പിശാചിൻ്റെ സുവിശേഷമാണോ പ്രസംഗിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം മാമോൻ ദൈവത്തിൻ്റെ പിശാചിൻ്റെ പര്യായമായിട്ടാണ്, ദൈവത്തിന് ബദൽ നിൽക്കുന്ന ശക്തിയായിട്ടാണ് സുവിശേഷം എടുത്തു കാണിക്കുക. അതുകൊണ്ട് സമ്പത്ത് ദൈവത്തിന് തെറ്റാണെന്നല്ല, പങ്കുവയ്ക്കാതെ സ്വരുക്കൂട്ടി വയ്ക്കുന്ന അന്യായമാർഗത്തിലൂടെ വാങ്ങുന്ന സമ്പത്ത് പൈശാചികമാണ്. അതുകൊണ്ട് പിശാച് ബഹിഷ്കരണം നടക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ സമാധാനം ഉണ്ടാകും, സമ്പത്തിനോടുള്ള ആസക്തി ഒഴിവാകും. അപ്പോൾ സഖേയോസിന് സംഭവിച്ചതുപോലെ അവൻ പങ്കുവയ്ക്കാൻ തയ്യാറാകുന്നു, സന്തോഷമാകുന്നു. അവൻ ഇനിമേൽ സമ്പന്നനല്ല, ധനികനല്ല, യേശുവിൻ്റെ സഹോദരനാണ്, സ്നേഹിതനാണ്. ആ പങ്കുവയ്ക്കുന്ന സ്നേഹത്തിലൂടെ യഥാർത്ഥ പിശാചുക്കളെ നമ്മുടെ ഹൃദയത്തിൽ ബഹിഷ്കരിക്കാനുള്ള കൃപ തമ്പുരാൻ നമുക്ക് നിൻ വഴിയേ നടക്ക